യാത്രക്കാർക്കായി ബോർഡിംഗ് നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരൻ കയറാൻ വൈകിയാൽ അടുത്ത സ്റ്റേഷൻ വരെ കാത്തു നിൽക്കാതെ തന്നെ ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകാൻ TTEമാർക്ക് അധികാരം നൽകുന്നതാണ് പുതിയ പരിഷ്കാരങ്ങളിൽ ഒന്ന്. മുൻപ് ഒരു യാത്രക്കാരൻ എത്തിയില്ലെങ്കിൽ 1-2 സ്റ്റേഷനുകൾ കഴിഞ്ഞതിന് ശേഷമേ TTE ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ TTEമാർക്ക് നൽകിയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ടെർമിനൽ ടാബ്ലറ്റുകൾ വഴി വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യപ്പെടും. നിശ്ചിത സ്റ്റേഷനിൽ യാത്രക്കാരൻ എത്തിയില്ലെങ്കിൽ ടാബ്ലറ്റിൽ അത് രേഖപ്പെടുത്തുകയും ആ സീറ്റ് ഉടൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കോ RAC യാത്രക്കാർക്കോ ഓട്ടോമാറ്റിക്കായി ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരിൽ RACക്കാരുണ്ടെങ്കിൽ മറ്റ് ക്രമക്കേടുകളൊന്നുമില്ലാതെ അർഹരായവർക്ക് തന്നെ ബർത്ത് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം. നേരത്തെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസരിച്ച് സീനിയോറിറ്റി മറികടന്ന് TTEമാർ ബർത്ത് അനുവദിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇനി അത് നടക്കില്ല എന്നതാണ് ആശ്വാസം. നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത നമ്പറിലേക്ക് SMS സന്ദേശം എത്തും. അതുകൊണ്ട് തന്നെ ട്രാവൽ ഏജന്റുമാർ വഴി ബുക്ക് ചെയ്യുന്നവർ സ്വന്തം നമ്പർ തന്നെ നൽകാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രെയിനിൽ കയറുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇനി ഏതെങ്കിലും കാരണവശാൽ കയറുന്ന സ്റ്റേഷനിൽ മാറ്റമുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. യാത്ര ചെയ്യാൻ റിസർവേഷൻ സമയത്ത് രേഖപ്പെടുത്തിയ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ കഴിയില്ലെന്ന സാഹചര്യം വന്നാൽ യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപ് വരെ IRTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ സാധിക്കുമെന്ന സൗകര്യം ഉപയോഗപ്പെടുത്താം. മറിച്ച് അവസാന നിമിഷം അടുത്ത സ്റ്റേഷനിൽ പോയി കയറാമെന്ന് കരുതിയാൽ സീറ്റ് തിരികെ ലഭിക്കാൻ നിയമപരമായി അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർക്കുക.